ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th പ്രിലിംസിൻ്റെ PYQ സീരീസ് ആണ്. അതിൽ നമ്മൾ ആദ്യത്തെ ഭാഗം ഡിസ്കസ് ചെയ്തു, രണ്ടാമത്തെ ഭാഗം ഡിസ്കസ് ചെയ്തു, മൂന്നാമത്തെ ഭാഗം ഡിസ്കസ് ചെയ്തു, നാലാമത്തെ ഭാഗം നോക്കി, ഇനി അഞ്ചാമത്തെ ഭാഗമാണ്. ഓരോ പാർട്ടിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 50 ക്വസ്റ്റ്യൻസ് ആണ്. ഒറ്റ വീഡിയോന്ന് 50 ക്വസ്റ്റ്യൻസ്, അതായത് 50 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയാനില്ല, വേഗം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം എന്താണ്? ജോർജ് ഓണക്കൂർ എഴുതിയ ഏത് കൃതിക്കാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് എന്നാണ് ചോദ്യം. ഏതാണ്? ഹൃദയരാഗങ്ങളാണ്. ഇതെവിടെ കൊടുത്തിരിക്കുന്നത്? ഓപ്ഷൻ ഡിയിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. പ്രണയ കഥകൾ കൊടുത്തിട്ടുണ്ട്. ആകാശ ഊഞ്ഞാല്, ഓപ്ഷൻ ബി ആകാശ ഊഞ്ഞാല്. ഓപ്ഷൻ സി ഭൂമിയുടെ സ്പന്ദനം. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ഹൃദയരാഗങ്ങൾ അല്ലേ. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, ഇവരിൽ ആർക്കാണ് 2021 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്? ആർക്കാണ് എന്നാണ് ചോദ്യം. ആർക്കാണ്? TP ഔസേപ്പിനാണ്. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? ജഡായു ആണ് അല്ലേ. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. നാലാമത്തെ ചോദ്യം, ലോകത്താദ്യമായി പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം എന്ന് പറയുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. സംശയമുണ്ടോ? ഇല്ല, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് അല്ലേ. അഞ്ചാമത്തെ ചോദ്യം, കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി. അത് 2021 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ലേ. എന്നാൽ കറണ്ട് അഫയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആരാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി GR അനിൽ അല്ല, P പ്രസാദ് അല്ല, J ചിഞ്ചുറാണി അല്ല. സജി ചെറിയനായിരുന്നു 2021. എന്നാൽ ഇപ്പോഴാരാണ്? വഹിച്ച മന്ത്രിയാണെങ്കിൽ സജി ചെറിയനാണ്. എന്നാൽ ഇപ്പോൾ കറൻ്റ്ലി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രഞ്ജിത്തായിരുന്നു. എന്നാൽ ഓഗസ്റ്റ് 2024 അദ്ദേഹം രാജിവെച്ചു. ചില ആരോപണങ്ങളെ തുടർന്ന് അദ്ദേഹം രാജിവെക്കുകയുണ്ടായി. ഇപ്പോൾ പ്രേംകുമാറാണ് താൽക്കാലികമായിട്ട് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്നത്. അടുത്ത ചോദ്യം എത്രാമത്തെ ചോദ്യമാണ്? ആറാമത്തെ ചോദ്യം അല്ലേ. നിലവിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ഡോക്ടർ MR ബൈജു ആണ്. അടുത്തത് ഏഴാമത്തെ ചോദ്യം, എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ A 17, ഓപ്ഷൻ B 15, ഓപ്ഷൻ C 21, ഓപ്ഷൻ D 13. എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചത്? 13. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി. എട്ടാമത്തെ ചോദ്യം, അന്നാബെന്നിന് 2021 ഏത് പുരസ്കാരമാണ്? കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡാണ്. ഒൻപതാമത്തെ ചോദ്യം, ഡോക്ടർ ശോശാമായിപ്പ് 2022 പത്മശ്രീ പുരസ്കാരം ഏത് വിഭാഗത്തിലെ സേവനത്തിനാണ് ലഭിച്ചത്? ഓപ്ഷൻ A ശാസ്ത്രവും എഞ്ചിനീയറും, ഓപ്ഷൻ B വൈദ്യശാസ്ത്രം, ഓപ്ഷൻ C സാമൂഹിക പ്രവർത്തനം, ഓപ്ഷൻ D മറ്റുള്ളവ. ഡോക്ടർ ശോശാമായിപ്പിന് മറ്റുള്ളവയാണ് കേട്ടോ. റൈറ്റ് ആൻസർ ഓപ്ഷൻ D ആണ്. പത്താമത്തെ ചോദ്യം, കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് എന്ന നാമം സ്വീകരിച്ചത് ഏത് വർഷത്തിലാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ A 2002 റൈറ്റ് ആൻസർ ഓപ്ഷൻ A. 11ാമത്തെ ചോദ്യം, ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ A അലുമിനിയം, മഗ്നീഷ്യം, ഓപ്ഷൻ B സിലിക്ക, ഇരുമ്പ്, ഓപ്ഷൻ C മഗ്നീഷ്യം, സിലിക്ക. റൈറ്റ് ആൻസർ ഓപ്ഷൻ D അലുമിനിയം, സിലിക്ക അല്ലേ. അടുത്ത ചോദ്യം 12ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ അവസാദശിലയ്ക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ് എന്നാണ്. ഏതാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ C ആണ് ബസാൾട്ട്. 13ാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്. ഈ ആൻസർ ഡിലീറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. 14ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ മടക്ക് പർവ്വതനിരക്ക് ഉദാഹരണം എന്ന് പറയുന്നത് അറ്റ്ലസും ആൽപ്സും ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ D ആണ്. കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയർന്ന പ്രതിഭാസത്തിന് നമ്മൾ എന്താണ് പറയുന്നത്? മലവെള്ളപ്പാച്ചിൽ എന്നാണോ പറയുക? അതെ, മലവെള്ളപ്പാച്ചിൽ എന്നാണ് പറയുക അല്ലേ. അടുത്തത് 16ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് ആണ് അല്ലേ. റൈറ്റ് ആൻസർ ഓപ്ഷൻ A ആണ്, ഉത്തർപ്രദേശ് ആണ്. ബീഹാർ എന്ന് കൊടുത്തിട്ടുണ്ട്, ബംഗാൾ എന്ന് കൊടുത്തിട്ടുണ്ട്, മഹാരാഷ്ട്ര എന്ന് കൊടുത്തിട്ടുണ്ട്. അല്ല, ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം എന്ന് പറയുന്നത്? ഉത്തർപ്രദേശ് ആണ്.
ഉത്തർപ്രദേശ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഓർമ്മ വരേണ്ടത്? ബ്രഹ്മർഷി ദേശം, മധ്യദേശം എന്നീ പേരുകളിൽ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് അല്ലെ. ഏറ്റവും ജനസംഖ്യ കൂടിയ ഇന്ത്യൻ സംസ്ഥാനമാണ്. ആര്യവർത്തം എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം, 8 സംസ്ഥാനങ്ങളായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ ദേശീയ സ്മാരകങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതി വിഭാഗക്കാരുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ ചെറുകിട യൂണിറ്റുകൾ, ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത സംസ്ഥാനവും ഏത് തന്നെയാണ്? ഉത്തർപ്രദേശ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ വില്ലേജുള്ള സംസ്ഥാനമാണ്. ലോക്സഭ രാജ്യസഭ സീറ്റുകളും അവിടെ കൂടുതലാണ്. ഏറ്റവും കൂടുതൽ വർത്തമാന പത്രങ്ങൾ പുറത്തിറങ്ങുന്ന സംസ്ഥാനമാണ്. യുണൈറ്റഡ് പ്രൊവിൻസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? ഉത്തർപ്രദേശ്. ഗോതമ്പ്, കരിമ്പ്, ബാർലി എന്നിവയുടെ ഉൽപ്പാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ചൗരി ചൗര സംഭവം കേട്ടിട്ടില്ലേ? 1922 ചൗരി ചൗര സംഭവം നടന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. വികലാംഗർക്ക് വേണ്ടി സർവകലാശാല തുടങ്ങിയ ആദ്യ സംസ്ഥാനവും ഏത് തന്നെയാണ്? ഉത്തർപ്രദേശ് തന്നെയാണ്. ഗംഗാ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ഏതാണ്? ലക്നൗ ആണ് അല്ലെ. അടുത്ത ചോദ്യം 17ാമത്തെ ചോദ്യം. 1 ലക്ഷത്തിലധികവും 10 ലക്ഷത്തിൽ താഴെയും ജനസംഖ്യയുള്ള നഗരങ്ങൾ അറിയപ്പെടുന്ന പേര് എന്താണ് എന്നുള്ളതാണ്. ഏതാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലെ, നഗരമാണ്. അടുത്ത ചോദ്യം 18ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഏതാണ് എന്നുള്ളതാണ്. സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ്. അടുത്തത് 19ാമത്തെ ചോദ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ് അല്ലെ, പാലക്കാടാണ്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പാലക്കാട്ടിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജില്ല എന്ന് പറയുന്നത്. പാലക്കാട് എന്തൊക്കെ പ്രത്യേകതകളാണ്? ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ്. നിലക്കടല, പരുത്തി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ ജില്ലയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ലയാണ്. ആദ്യത്തെ വിവര സാങ്കേതിക വിദ്യാ ജില്ലയാണ്. അങ്ങനെ കുറേ വിശേഷങ്ങളുണ്ട് അല്ലേ. ഏറ്റവും കൂടുതൽ വ്യവസായവൽക്കരിക്കപ്പെട്ട 2ാമത്തെ ജില്ലയാണ്. ആദ്യത്തെ ജില്ല ഇപ്പോൾ എറണാകുളമാണ്. അടുത്ത ചോദ്യം 20ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിലെ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ലഡാക്ക്, സസ്കർ. 21ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാകുന്നു എന്നുള്ളതാണ്. വില്യംസ് മൂന്നാമനാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 22ാമത്തെ ചോദ്യം. കേരളത്തിൽ ഇപ്പോഴത്തെ 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇപ്പോഴത്തെ എന്ന് പറയുമ്പോൾ ആ സമയത്തെ ആയിരിക്കും. അപ്പോൾ കേരളത്തിൽ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ ഓഫീസർ ആരാണ് എന്നുള്ളതാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിൽ ഇവരാരുമല്ല. സുഷമ സിംഗും അല്ല, യാഷ്വർദ്ധൻ കുമാർ സിൻഹയും അല്ല, വിശ്വാസ് മേത്തയോ അല്ല, വി ഹരിനായരാണ്. അപ്പോൾ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും വരിക. 23ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് എത്രയാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ കൊടുത്തിട്ടുണ്ട് 150/100 മില്ലിമീറ്റർ. ഓപ്ഷൻ ബി കൊടുത്തിട്ടുണ്ട് 225/150 മില്ലിമീറ്റർ. ഓപ്ഷൻ സി എന്താണ്? is the right answer. 450/300 മില്ലിമീറ്റർ. ഓക്കെ. 24ാമത്തെ ചോദ്യം. പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 28(1). ഓക്കെ. 25ാമത്തെ ചോദ്യം. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ 292 അല്ല, 293 ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 293. അടുത്ത ചോദ്യം 26ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നിർവഹിച്ചിട്ടില്ലാത്ത വ്യക്തിയാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. നിർവഹിച്ചിട്ടില്ലാത്ത വ്യക്തിയാണ്. ഓപ്ഷൻ എ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണോ? അല്ല. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജസ്റ്റിസ് ഗോപാൽ ബല്ലവ് പട്നായിക് ആണ്.
27ാമത്തെ ചോദ്യം വിവരാവകാശ അപേക്ഷ നിരസിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് എന്ന് പറയുന്നത് 8. 28ാമത്തെ ചോദ്യം ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമല്ല എന്ന് പറയുന്നത് അമേരിക്കൻ റവല്യൂഷനിലാണ് അല്ലേ. ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമര കാലത്ത് ഉയർന്നു വന്നതായിരുന്നു? അമേരിക്കൻ റവല്യൂഷൻ കാലത്തായിരുന്നു അല്ലേ. 29ാമത്തെ ചോദ്യം ശിശുവിന് വാത്സല്യം, സ്വാതന്ത്ര്യം, സമാധാനം, സമഭാവന, സഹാനുഭൂതി എന്നിവയിലൂന്നി വികാസം ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ട് എന്ന് പ്രഖ്യാപിച്ച UN പ്രമേയം. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി 1989 നവംബർ 20. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഓപ്ഷൻ എ ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളുമാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, 30ാമത്തെ ചോദ്യം. അടുത്ത ചോദ്യം 31ാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം എത്രയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1880, ഓപ്ഷൻ ബി 1895, ഓപ്ഷൻ സി 1885. ഓക്കെ, 32ാമത്തെ ചോദ്യം മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം എന്ന് പറയുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അഹമ്മദാബാദ് സത്യാഗ്രഹമല്ല, ഗേഡ സത്യാഗ്രഹമല്ല, ബർദോളിയുമല്ല, ചമ്പാരനാണ്. അടുത്ത ചോദ്യം 33ാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. മോത്തിലാൽ നെഹ്റു അല്ല, ജവഹർലാൽ നെഹ്റു ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ജവഹർലാൽ നെഹ്റു. ആ സമ്മേളനത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടന്ന സമ്മേളനമാണ് അല്ലെ ലാഹോർ സമ്മേളനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യ സമ്മേളനമായിരുന്നു. നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച സമ്മേളനമായിരുന്നു 1929 ലാഹോർ സമ്മേളനം എന്ന് പറയുന്നത്. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഓക്കെ, 34ാമത്തെ ചോദ്യം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി അല്ലെ. 35ാമത്തെ ചോദ്യം ബംഗാൾ വിഭജനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ആരെയാണ്? കേഴ്സൺ പ്രഭു അല്ലേ. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, കേഴ്സൺ പ്രഭു. കേഴ്സൺ പ്രഭു അല്ലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെടുന്ന വൈസ്രോയി ആണ്. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി ആണ്. പോലീസ് സംവിധാനത്തെക്കുറിച്ച് പഠിക്കാൻ പോലീസ് കമ്മീഷനെ നിയമിച്ച വൈസ്രോയി ആണ്. കേഴ്സൺ പ്രഭു നിയമിച്ച പോലീസ് കമ്മീഷന്റെ തലവൻ ആരായിരുന്നു? ആൻഡ്രൂ ഫ്രേസർ ആയിരുന്നു അല്ലെ. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി ആണ് കേഴ്സൺ പ്രഭു അല്ലെ. അതുപോലെ തന്നെ അദ്ദേഹം ഒരു 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് പാസ്സാക്കിയ വൈസ്രോയും ആര് തന്നെയാണ്? കേഴ്സൺ പ്രഭു തന്നെയാണ്. 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് പാസ്സാക്കിയ വൈസ്രോയി ആരാണ്? കേഴ്സൺ പ്രഭു ആണ്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സമാധാനപരമായ ഭരണത്തെ സഹായിക്കാനാണ് ഞാൻ ഇന്ത്യയിൽ വന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എൻ്റെ പൂർവികന്മാർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കും വാളും കൊണ്ടാണ്. ഇവ കൊണ്ട് തന്നെ ഞാൻ രാജ്യത്തെ ഭരിക്കും എന്ന് പറഞ്ഞതും ആര് തന്നെയാണ്? കേഴ്സൺ പ്രഭു തന്നെയാണ്. അടുത്ത ചോദ്യം 36. 1857 കലാപം കാൺപൂർ അല്ലെ. 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം എന്ന് പറയുന്നത് കാൺപൂർ. 37. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേരെന്ന് പറയുന്നത് എന്തായിരുന്നു? റാണി ഝാൻസി റെജിമെന്റ് എന്നായിരുന്നു. 38ാമത്തെ ചോദ്യം സന്താൽ കലാപം നടന്ന പ്രദേശം ഏതായിരുന്നു? രാജ്മഹൽ കുന്നുകളാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, പഞ്ചാബ് നീലഗിരി കുന്നുകൾ എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 39ാമത്തെ ചോദ്യം ചുവടെ തന്നിട്ടുള്ളിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം എന്ന് പറയുന്നത് മറാത്തയാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, 40ാമത്തെ ചോദ്യം എന്താണ്? സ്വതന്ത്ര ഇന്ത്യ ബൊക്കോറയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാഷ്ട്രം ഏതായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ജർമ്മനി എന്ന് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ബി ബ്രിട്ടൻ എന്ന് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ എന്ന് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ഡി ഫ്രാൻസ്. സ്വതന്ത്ര ഇന്ത്യ ബൊക്കോറയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാഷ്ട്രം ഏതാണ്? ജർമ്മനി ആണോ, ബ്രിട്ടൻ ആണോ, സോവിയറ്റ് യൂണിയൻ ആണോ? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സോവിയറ്റ് യൂണിയൻ. അടുത്തത് 41ാമത്തെ ചോദ്യം സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, പാലക്കാടാണ്. അടുത്തത് 42ാമത്തെ ചോദ്യം ചുവടെ തന്നിട്ടുള്ളവയിൽ കേരളത്തിന്റെ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ്? അല്ലേ, കിഴക്കോട്ട് ഒഴുകുന്നത് ആകെ 3 നദി മാത്രമേ ഉള്ളൂ, 3 നദികൾ മാത്രമേ ഉള്ളൂ. ഏതാണ്? കബനി, ഭവാനി, പാമ്പാറാണ്. അപ്പോൾ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കബനിയാണ്. കബനിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് കബനി. കബനി അറിയപ്പെടുന്ന മറ്റൊരു പേര് കപില എന്നാണ് കേട്ടോ, കപില എന്നാണ്. 43ാമത്തെ ചോദ്യം കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിനം ഏതാണ്? ചിങ്ങം 1 ആണ് അല്ലെ. 44ാമത്തെ ചോദ്യം ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ എ പത്തനംതിട്ട, ഓപ്ഷൻ ബി ആലപ്പുഴ, ഓപ്ഷൻ സി കൊല്ലം, ഓപ്ഷൻ ഡി കോട്ടയം. ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പത്തനംതിട്ടയാണോ, ആലപ്പുഴ
ആലപ്പുഴയാണോ, കൊല്ലമാണോ, കോട്ടയമാണോ? ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ സി കൊല്ലമാണ് അല്ലേ. പന്തലായനി എന്ന് മലബാറിൽ അറിയപ്പെടുന്ന ജില്ലയാണ് കൊല്ലം. പ്രാചീനകാലത്ത് ദേശിംഗനാട്, തെൻവഞ്ചി, ജയസിംഹനാട് എന്നീ പേരുകൾ അറിയപ്പെടുന്ന പ്രദേശമാണ് കൊല്ലം അല്ലേ. 45-ാമത്തെ ചോദ്യം. ചുവടെ തന്നിട്ടുള്ളതിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരം KM ബീനാമോൾ. 46-ാമത്തെ ചോദ്യം. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശൂർ. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, തൃശൂരാണ്. ശക്തൻ തമ്പുരാൻ സ്ഥാപിച്ച നഗരമാണ് അല്ലെ തൃശ്ശൂര്. തൃശിവപെരൂർ എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. വൃഷദാദ്രിപുരം, തേൻ കൈലാസം എന്നിങ്ങനെ പേരുകൾ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന നഗരമാണ്. 47-ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ ഇടുക്കി, ഓപ്ഷൻ ബി പള്ളിവാസൽ. ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ ബി പള്ളിവാസലാണ് അല്ലെ. അടുത്ത ചോദ്യം. കേരളത്തിൽ നിലവിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഉള്ളത്? 4 എണ്ണമാണ് ഉള്ളത് അല്ലെ. 49-ാമത്തെ ചോദ്യം. കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? തൃശ്ശൂരാണ് അല്ലെ. ശക്തൻ തമ്പുരാൻ സ്ഥാപിച്ച നഗരമായിട്ടുള്ള തൃശ്ശൂരിലാണ് കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് അവസാനത്തെ ചോദ്യം, 50-ാമത്തെ ചോദ്യം. എൻ്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ പ്രൊഫസർ MK സാനു, ഓപ്ഷൻ KV തോമസ് അല്ലെ. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്രൊഫസർ KV തോമസ് ആണ് എൻ്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയത്. ഓക്കെ, അപ്പം നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അടുത്ത 50 ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ഭാഗത്ത് ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.